തിരുവനന്തപുരം തിരുമല ബി.ജെ.പി. കൗൺസിലർ കെ അനിൽകുമാറിനെ ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ബി.ജെ.പിക്കെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമെന്നാണ് സൂചന. സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നപ്പോൾ പാർട്ടി സഹായിച്ചില്ല എന്നാണ് ആത്മഹത്യാക്കുറിപ്പ്. ഷഫീദ് റാവുത്തർ ചേർന്നു. ഷഫീദ്, അത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. കാര്യം അനിൽകുമാർ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ വേദികളിലെ ഒരു സ്ഥിരം സാന്നിധ്യമാണ്. നഗരസഭയിലെയൊക്കെ ഒരു സ്ഥിരം വോക്കൽ മെമ്പറാണ്. എന്താണ് സംഭവിച്ചത് ഷഫീദ്? ഹാഷ്മി, ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ ഈ നിൽക്കുന്നതായിരുന്നു അനിൽകുമാറിൻ്റെ ഓഫീസ്, അതായത് തിരുമല ഒരു കോംപ്ലക്സിനകത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. അവിടെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അത് ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല, നമുക്കറിയാം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വേദികളിൽ നിന്ന് മാത്രവുമല്ല മറ്റു പല പ്രശ്നങ്ങളും സംഭവിക്കുമ്പോൾ പോലും നമുക്ക് ഈ കെ അനിൽകുമാറിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, കൗൺസിലടക്കം ബി.ജെ.പിക്ക് ശക്തമായ ഒരു നേതൃത്വവും പിന്തുണയും ഒക്കെ കൊടുത്ത ഒരു കൗൺസിലറാണ്, മികച്ച പ്രവർത്തനം നടത്തിയ ഒരു കൗൺസിലറാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഏതായാലും കൂടുതൽ പ്രതികരണം, രാഷ്ട്രീയ പ്രതികരണം അടക്കം നമുക്ക് ഈ വിഷയത്തിൽ ലഭിക്കണം. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അനിൽ നേതൃത്വം നൽകുന്ന ഒരു സഹകരണ ബാങ്കുണ്ട്. ആ സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നിരുന്നു. അതിലടക്കം ചില കുറ്റപ്പെടുത്തലടക്കം ഉണ്ടായി എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും അതടക്കം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം അതുമുണ്ട്. ഏതായാലും അതൊരു വിവാദമായി നിലനിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ എത്തി ആത്മഹത്യാക്കുറിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും പോലീസിന്റെ ഈ വിഷയത്തിലെ തുടർ നീക്കങ്ങളും തുടർ നടപടികളും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നമുക്ക് ബി.ജെ.പി. നേതാക്കളുടെ അടക്കം പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്യും. അല്പസമയം മുൻപാണ് വിവരം കൃത്യമായി പുറത്തേക്കറിയുകയും ആ രീതിയിൽ ആ വിവരം ഇപ്പോൾ പുറത്തേക്കറിഞ്ഞ് പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രതികരണം അത് ബി.ജെ.പി. നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പ്രതികരണം അല്പസമയത്തിനുള്ളിൽ ഉണ്ടാവുകയും ചെയ്യും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരുമല പൂജപ്പുര ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനമാണ് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. മാത്രവുമല്ല, അദ്ദേഹം നടത്തിയിട്ടുള്ള ചില മാതൃകാപരമായ ഇടപെടലടക്കം അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഈ രീതിയിൽ ഇപ്പോൾ നമുക്ക് ബി.ജെ.പി. നേതാക്കളുടെ അടക്കം പ്രതികരണം ഈ വിഷയത്തിൽ തേടുകയും ചെയ്യാം. കൂടുതൽ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള വി രാജേഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. രാജേഷ്, ഏറെ ദുഃഖകരമായൊരു സംഭവമാണ്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ തന്നെ അങ്ങേറ്റം, സമൂഹം മുഴുവനും അങ്ങേറ്റം വേദനയോടുകൂടിയാണ് ഈ വാർത്ത ശ്രവിച്ചത്. എന്താണ് ഇങ്ങനെ ഒരു സംഭവം? അങ്ങനെ എന്തെങ്കിലും സുഹൃത്തുക്കൾക്കിടയിലും പറഞ്ഞു കേട്ടിരുന്നോ? അല്ല, അദ്ദേഹം പ്രസിഡൻ്റായിട്ടുള്ളൊരു സഹകരണ സംഘമുണ്ട്. അതിൽ FD ഒക്കെ കൂടുതലും അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് വന്നിട്ടുള്ളത്. നിരവധി പേർ ലോൺ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്തിട്ടുള്ള ആൾക്കാർ. പക്ഷേ ഈ ലോൺ എടുത്തവരൊക്കെ തന്നെ ആവേശത്തോടെ പണം വാങ്ങിക്കൊണ്ടുപോയാലും കൃത്യമായിട്ട് സമയത്ത് തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് തന്നെ FD മെച്ചുവർ ആകുമ്പോഴേക്കും പലപ്പോഴും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ബാങ്കിൽ വരാറുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ടൊക്കെ ബന്ധമുള്ള ആൾക്കാരായതുകൊണ്ട് അവർ പരമാവധി അവരും അദ്ദേഹമായിട്ട് സഹകരിച്ച് തന്നെയാണ് പോയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു മാനസിക സമ്മർദ്ദമുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരു ക്രമക്കേട് ബാങ്കിൻ്റെ പേരിലോ അവിടുത്തെ ബോർഡ് മെമ്പർമാരുടെ പേരിലോ ഉണ്ടായിട്ടില്ല. ഒരു കേസും എടുത്തായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. ഓഡിറ്റ് ഒബ്ജക്ഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം നല്ലൊരു മാന്യതയുള്ള പൊതുപ്രവർത്തകനും അഭിമാനിയൊക്കെ ആയതുകൊണ്ട് ഈ സമ്മർദ്ദം ചിലപ്പോൾ താങ്ങാൻ പറ്റി കാണില്ല. പാർട്ടി കേട്ടില്ല, അങ്ങനെ പാർട്ടി കൂടെ നിന്നില്ല, അങ്ങനെയൊക്കെ പറയുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? അല്ല, ഇപ്പോൾ റിക്കവറി പ്രോസസ്സ് നടക്കുന്ന സമയത്തൊക്കെ തന്നെ പറ്റുന്ന തരത്തിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ബാങ്കിൽ ലോൺ എടുത്തവരുടെ പൈസ തിരിച്ചടയ്ക്കണമല്ലോ. സ്വാഭാവികമായിട്ടും പല ബാങ്കുകളും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പക്ഷേ അപ്പോൾ തിരിച്ചടയ്ക്കാനുള്ള ആൾക്കാരെ സമ്മർദ്ദം ചെലുത്തി എത്രയും പെട്ടെന്ന് അടപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ സാധിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് ഇത് ശ്രദ്ധയിൽപ്പെട്ട എല്ലാവരും ഇടപെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് വിശ്വാസം. പക്ഷേ നമ്മൾ പറയുന്ന പോലെ ലോൺ എടുത്തുകൊണ്ട് പോയവർ പിന്നെ നമ്മൾ പറയുന്ന സമയം നമുക്ക് അവർ തിരിച്ചടച്ചാലേ അടയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ചെയ്യാൻ പറ്റുന്ന നിയമപരമായിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ ഈ ബാങ്കിനെതിരെ ഇന്ന് വരെ ഒരു ക്രമക്കേടോ പിന്നെ അദ്ദേഹത്തിനെതിരെ ഒരു കേസോ ഉള്ളതായിട്ട് ഞങ്ങളുടെ അറിവില്ല. തുടർന്ന് ഇതെങ്ങനെയാണ് നമ്മൾ ചടങ്ങുകളൊക്കെ എവിടെ വെച്ചാണ്, പൊതുദർശനം എവിടെയാണ്, അതൊക്കെ നിശ്ചയിച്ചോ? ഇല്ല, ഒന്നും ആലോചിച്ചിട്ടില്ല. പോലീസ് അവരുടെ പ്രൊസീജിയർ കംപ്ലൈൻറ്റിന് ശേഷം മാത്രമേ ആ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ചിന്തിക്കൂ. ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള വി രാജേഷാണ് നമ്മളോടൊപ്പം ചേർന്നത്. ഏതായാലും ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട്, സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് ആ ഒരു കാര്യം, ആ സാമ്പത്തികമായി തകർന്നു എന്നുള്ള കാര്യം വി രാജേഷും സമ്മതിക്കുന്നുണ്ട്. പാർട്ടിയോട് പറഞ്ഞപ്പോഴൊക്കെ പാർട്ടി അക്കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രവുമല്ല, മറ്റേതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ കൈയൊഴിയുന്ന രീതിയിലേക്ക് പോയിട്ടില്ല. ഈ ലോൺ എടുത്തവർ തിരിച്ചടയ്ക്കാത്ത വന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി ഇപ്പോഴുണ്ടായത്. സ്വാഭാവികമായും തിരുമല അനിൽ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം വലിയ അഭിമാനിയായിരുന്നു.
അതിൻ്റെയൊക്കെ ഒരു വിഷമം അദ്ദേഹത്തിന് ഉണ്ടാകാം എന്നുള്ളതാണ് പാർട്ടി BJP നേതൃത്വം ഇപ്പോൾ കരുതുന്ന അല്ലെങ്കിൽ അവരിപ്പോൾ വിലയിരുത്തുന്ന കാര്യം. ഏതായാലും വലിയ സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. തിരുമല അനിൽ ഒരുപക്ഷേ ഈ നാട്ടുകാർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കൗൺസിലറായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു രീതിയിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഹാഷ്മി, നല്ല പ്രാസംഗികനാണ്, നല്ല സംഘാടകനാണ്, അവിടുത്തെ ഒരു അനിച്ചേട്ടൻ എന്നാണ് വിളിക്കാറ്. എന്ന് പറഞ്ഞാൽ ആ മേഖലയിലൊക്കെ ഒരു ജനകീയനായ ജനപ്രതിനിധി ഒക്കെ തന്നെ ആയിരുന്നു അനിൽകുമാർ. എന്ന് പറഞ്ഞാൽ അത് ഈ അത്രത്തോളം ആത്മഹത്യ ചെയ്യത്തക്ക രീതിയിലുള്ള പ്രതിസന്ധി ആ ബാങ്കിൽ ഉണ്ടായിരുന്നോ ഷഫീദ്? ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് എന്താണ്? എന്തുകൊണ്ട് നേതൃത്വം സഹായിച്ചില്ല എന്നാണ് പറയുന്നത് അനിൽകുമാർ? ഹാഷ്മി, ഈ ആത്മഹത്യാക്കുറിപ്പിൻ്റെ പകർപ്പ് നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. പകരം അതിലുള്ള കണ്ടന്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ K. അനിൽകുമാർ എന്ന് പറയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലേതെങ്കിലും തരത്തിൽ ഈ ലോൺ എടുത്തവരൊന്നും തിരിച്ചടച്ചില്ല. മാത്രമല്ല അതിൻ്റെ FD അടക്കമുള്ള കാര്യങ്ങളിൽ പ്രശ്നമുണ്ടായിരുന്നു. ആ സമയത്ത് പാർട്ടി അദ്ദേഹത്തിന് ഒപ്പം നിന്നില്ല എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിനുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ അങ്ങനെ ഒരു വിവരമുണ്ടെന്നാണ് പൂജപ്പുര പോലീസ് നമ്മളോട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന കാര്യം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അടക്കം അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും അടുത്ത് കണ്ടത് കുടുംബമാണ്, സുഹൃത്തുക്കൾ പോലുമല്ല. അദ്ദേഹം കുറച്ച് ദിവസമായി ഈ മാനസിക വിഷമത്തിലായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കുടുംബമടക്കം ഇക്കാര്യത്തിൽ പ്രതികരണം, ഇപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല. പ്രതികരണം നമുക്ക് വരും ദിവസങ്ങളിൽ തേടാം. BJPയുടെ മുതിർന്ന നേതാക്കളുടെ പ്രതികരണം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് തേടുന്നുണ്ട്. നിലവിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് വലിയ തരത്തിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് ഉറപ്പാണ്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഈ രീതിയിൽ മനോവിഷമം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ ആത്മഹത്യാക്കുറിപ്പിൽ ആ വിവരമായി പറയുന്നത്. പോലീസ് അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും. മാത്രമല്ല ഈ സഹകരണ ബാങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കൃത്രിമത്വം ഒന്നും അങ്ങനെയല്ല, പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ മാൽ പ്രാക്ടീസസ് ഉണ്ടായിട്ടുണ്ടോ, അദ്ദേഹത്തിന് വേദനിപ്പിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. ഏതായാലും നിലവിൽ ഇപ്പോൾ പോലീസ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.